ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേണ്ട നമ്മുടെ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി ഞണ്ട് കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മഴ സമയത്തൊക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ, സൂപ്പറാണ്. നമ്മുടെ കപ്പ പുഴുങ്ങിയതും അതേപോലെ ഞണ്ട് കറിയും. സത്യം പറയുന്നത് ഷാപ്പിലൊക്കെ അറിയാമല്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇവിടെ കഴിയെല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തലേദിവസം എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ച് കേട്ടോ, ഫ്രിഡ്ജിലിരുന്നതാണ്. അപ്പോൾ ഇത് പുറത്തിട്ട് ഐസ് പോകാൻ വേണ്ടി. ഇപ്പോൾ ഈ മഴയും തണുപ്പും കാരണം നല്ല ജലദോഷമുണ്ട്, തൊണ്ടയ്ക്ക് വേദനയുണ്ട്. അപ്പം വോയിസിന് ചെറിയ പ്രശ്നമുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞണ്ട് കറി വെക്കാൻ വേണ്ടി ആദ്യം പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെളുത്തുള്ളിക്ക് ചെറിയ ചെറിയ പച്ചക്കളറില്ലേ, അത് കറിവേപ്പിലയും കൂടെ അരച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പച്ചക്കളർ കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുന്നതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവാളയും അതേപോലെ ചെറിയ ഉള്ളിയാണ്. 2 സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും പിന്നെ ഒരു 10-15 ചുവന്നുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ. അത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി കുറച്ചധികം ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നല്ല ബ്രൗൺ നിറം ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടിത് വഴറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ, വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് ചാറ് കുറുകിയതായിട്ട് വേണം, അതുകൊണ്ട് 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. സാധാരണ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ചേർത്തേക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് കേട്ടോ. അപ്പം പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. നല്ലതായിട്ട് മൂത്ത് വന്നാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് പൊടി കുരുമുളക് പൊടിയാണ് കേട്ടോ. ലാസ്റ്റ് ചേർക്കുന്നത് ആ ഫ്ലേവർ അങ്ങനെ നിൽക്കാൻ വേണ്ടി, കുരുമുളക് പൊടിയുടെ ഫ്ലേവർ കറിക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് 2 തക്കാളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം 2 തക്കാളി വലുതാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇപ്പം കറി ചാറിന് നല്ല കുറിയ ചാറ് കിട്ടും. അപ്പം തക്കാളി വേവാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മൂടി വെച്ച് വേവിക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് വെന്തുടഞ്ഞ് കിട്ടും. ഇപ്പം കറിയിലോട്ട് നമുക്ക് ഉടച്ച് ചേർക്കാൻ എളുപ്പമാണ്. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം വെള്ളം ഒഴിക്കരുത് കേട്ടോ. ആദ്യം വെള്ളം ചേർക്കുകയോ ചെയ്യരുത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മസാലയും ഞണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റണം. ആ ആവി കയറ്റുന്ന സമയത്ത് ഇതിൻ്റെ നമ്മുടെ ഞണ്ടിലേക്ക് മസാലയുടെ ടേസ്റ്റുകളെല്ലാം അതിലേക്ക് പിടിക്കും. അതിനുശേഷം വേണ്ടി മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ മസാലയ്ക്കകത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അവിടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ ആ ഞണ്ടിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്. പച്ചവെള്ളം ചേർത്താലും മസാലയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഞണ്ട് കഴിക്കാൻ ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ചാറിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കറി നമ്മൾ ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കേട്ടോ. ഇത് തിളയ്ക്കുമ്പോൾ നല്ല സ്മെല്ലടിക്കും. ഈ കുരുമുളക് പൊടിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബീഫായാലും ചിക്കനായാലും കറി വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ആ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പക്ഷേ ചോറിനോട് കഴിക്കാൻ അത്ര സൂട്ടാവില്ല കേട്ടോ. ചോറിനോട് അത്ര കോമ്പിനേഷനായിട്ട് വരത്തില്ല. ഇത് കഴിക്കാൻ ചീനിയാണ് ബെസ്റ്റ്. ചീനി അല്ലെങ്കിൽ ചപ്പാത്തി, പൂരി, അത് പിന്നെ അപ്പം, ഇതേപോലത്തെ സംഭവങ്ങളിലൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഡിഷാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ കൂടുതലും കുരുമുളക് പൊടി ആയതുകൊണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടേ ഇല്ല. അതുകൊണ്ട് ലാസ്റ്റ് ഒരു പേരിന് വേണ്ടി മാത്രം 2 പച്ചമുളക് രണ്ടായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊളന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെയും കൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ, അതും കൂടെ കുറവ് വേണ്ടല്ലോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കറിക്ക്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാ നാടൻ കറിക്കും കറിവേപ്പില മസ്റ്റാണല്ലോ. അവസാനം ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി കുറച്ചും കൂടെ ഒന്ന് പറ്റി എടുക്കാനുണ്ട്, കുറച്ചും കൂടെ ഒന്ന് കുറുകി എടുക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.